അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക തോരനായിട്ട് നമ്മളിപ്പോൾ മുരിങ്ങയ്ക്ക ഇതാ കട്ട് ചെയ്ത് കഴുകി ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഈ മുരിങ്ങയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത്രയും ചേർത്തിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. ഈ മുരിങ്ങയ്ക്ക പകുതി കുക്കായി കഴിഞ്ഞിട്ടേ നമ്മളിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്യുള്ളൂ. മുരിങ്ങയ്ക്ക ഒന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് അരച്ച് ചേർക്കണമെങ്കിൽ അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ അരച്ച് ചേർക്കുന്നില്ല, തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. പിന്നെ പുളിയൊന്നും ചേർക്കില്ല കേട്ടോ. ഈ ഒരു തോരനിൽ പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മുരിങ്ങയ്ക്ക കുക്കായി വരുമ്പോൾ നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ഇപ്പോൾ ഇതാ പകുതി 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചെമ്മീൻ, ഒരു 50 ഗ്രാമിനും 75 ഗ്രാമിനും ഇടയിലുണ്ടാവും ചെമ്മീൻ, അത് ചേർക്കാണ്. ഇനി ഈ ചെമ്മീനും കൂടി ചേർന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇത്രയും സമയം മുരിങ്ങയ്ക്ക തിളച്ചപ്പോൾ മുതൽ ഹൈ ഫ്ലെയിമിൽ വെച്ചു. നന്നായിട്ട് 2 തിള വന്നു കഴിഞ്ഞപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചു. ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാം. ഈ ചെമ്മീൻ വേഗം തന്നെ കുക്കായി കിട്ടും. വെള്ളം വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും ചെമ്മീനും കുക്കായിട്ടുണ്ട്. നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നിങ്ങൾ തോരൻ്റെ അരപ്പ് റെഡിയാക്കുന്നുണ്ടെങ്കിൽ തേങ്ങയിലേക്ക് ജീരകം, ഉള്ളി, വേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്തൊന്ന് തോരൻ്റെ ഭാഗത്തിൽ ക്രഷ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ പച്ചമുളക് നമ്മൾ മുരിങ്ങയ്ക്കയിൽ ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കടുക് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്കൊരു 3 വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സവോള, ഒരു സവോളയും അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോള മതി. ഈ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കുക്കായി പോവേണ്ട. പിന്നെ തോരനിലേക്ക് മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കാം. നല്ല ജീരകം പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ അരപ്പായിട്ട് അരച്ച് ചേർക്കുകയാണെങ്കിൽ ഈ ജീരകപ്പൊടി ചേർക്കേണ്ട. നമ്മുടെ അരപ്പിലേക്ക് ജീരകം ചേർത്ത് അരച്ചാൽ മതി. ഇത് ഇങ്ങനെ തോരൻ വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ജീരകപ്പൊടി ഇപ്പോൾ ചേർത്തത്. ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ പൊടികളൊന്ന് കുക്കായി വരണം. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തേങ്ങ ചേർക്കാം. ഒരു 3/4 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങയുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങയും കുക്കായി വരും. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയുടെ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ തേങ്ങയിലേക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമ്മളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ തേങ്ങയിലേക്കൊക്കെ ഉപ്പ് പിടിച്ച് വന്നോളും. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം തേങ്ങയ്ക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും ചെമ്മീനും ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ചെമ്മീൻ തോരൻ റെഡിയായി. ഇതൊന്ന് ഡ്രൈ ആയി വരാനായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇതുപോലെ നിരത്തിയിടാം. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വരും. ഒരുപാടങ്ങ് ഡ്രൈ ആയി വരില്ല, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരും. ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഈ തോരൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതാണ് ഈ തോരൻ്റെ ടേസ്റ്റ്. ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. എരിവ് കുറവാണെങ്കിൽ 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം കേട്ടോ. ഈ സ്റ്റേജിൽ ചേർത്താലും എരിവ് കറക്റ്റ് ആയിക്കോളും. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും ചെമ്മീനും തോരൻ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത്
ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു തോരൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, അതെന്തുകൊണ്ടാണ് ഇഷ്ടമാകാത്തതെന്നുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്ക് മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.